വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രക്ഷിക്കുന്ന കർത്താവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യിരെമ്യാവ് 31 അധ്യായം 11 വാക്യം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. വിടുവിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. ദുഷ്ടന്മാരുടെ കണ്ണുകളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും അവൻ സംരക്ഷിക്കുന്നു. അവൻ നമ്മുടെ സങ്കേതമാണ്. യഹോവ യാക്കോബിനെ ഒരു അത്ഭുതകരമായ മാതൃകയായി കാണിക്കുന്നു. അവൻ യാക്കോബിനെ രക്ഷിച്ചു, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്തു. യാക്കോബിനെ കൊല്ലുമെന്ന് യാക്കോബിന്റെ സഹോദരനായ ഏശാവ് തന്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ എന്ന് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 41 വാക്യത്തിൽ കാണുന്നതുപോലെ ഏശാവിന്റെ ഗൂഢാലോചനയിൽ ദൈവം യാക്കോബിനെ ഉപേക്ഷിച്ചില്ല. യാക്കോബിനെ സംരക്ഷിക്കാൻ ലാബാന്റെ വീട്ടിലേക്ക് അവനെ അയച്ചു. യാക്കോബ് 20 വർഷത്തോളം ലാബാന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ലാബാൻ പലതവണ അവനെ വഞ്ചിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അതിനെ ഒടുവിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഒടുവിൽ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലാബാൻ വളരെ കോപിച്ച് യാക്കോബിനെ പിന്തുടരാൻ തുടങ്ങി. 7 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ യാക്കോബിനെയും അവന്റെ ആട്ടിൻകൂട്ടത്തെയും കുടുംബത്തെയും ഗിലെയാദ് പർവ്വതത്തിൽ കണ്ടെത്തി. കർത്താവ് ലാബാന്റെ ഹൃദയത്തിൽ ദുരുദ്ദേശം കാണുകയും അന്ന് രാത്രി ലാബാന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞു, നീ യാക്കോബിനോട് ഗുണമല്ലാതെ ദോഷമൊന്നും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന്. അതിനാൽ യാക്കോബിനെ ഉപദ്രവിക്കാൻ ലാബാന് കഴിഞ്ഞില്ല. യഹോവ ദ്രോഹത്തിന്റെ കൈകളെ ഉടമ്പടിയുടെ കൈകളാക്കി മാറ്റി. അങ്ങനെ അവർ ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് ഒരു ഉടമ്പടി ചെയ്യുകയും കൂട്ടായ്മയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ യഹോവ യാക്കോബിനെ ലാബാന്റെ കുതന്ത്രത്തിൽ നിന്ന് വിടുവിച്ചു. അതിന്റെ ശേഷം യാക്കോബ് സ്വദേശത്തേക്ക് വന്നപ്പോൾ ഏശാവ് 400 പേരുമായി തനിക്കെതിരെ വരുന്നു എന്ന് അവനെ അറിയിച്ചു. യാക്കോബ് ഭയന്ന് വിറച്ചു. രാത്രി മുഴുവൻ അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും സംരക്ഷണത്തിനായി യാചിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ദൈവം ഒരു അത്ഭുതം ചെയ്തു. യാക്കോബിന് ഏശാവിന്റെ പ്രീതി ലഭിച്ചു. പരസ്പരം കണ്ടപ്പോൾ അവർ പരസ്പരം കുശലം പറഞ്ഞും ചുംബിച്ചും കരഞ്ഞു. വലിയ ഐക്യവും സമാധാനവും ഉണ്ടായിരുന്നു. അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നിരവധി പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മോശയ്ക്ക് ഫറവോനിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഗിദെയോന് മിദ്യാന്യരുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദാവീദിന് ശൗലുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു. ശദ്രേക്ക്, മേശേക്ക്, അബേദ്നെഗോ, നെബൂഖദ്നേസറുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അവരെ എല്ലാവരെയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. മനുഷ്യരുടെ കൈകളിൽ നിന്ന് മാത്രമല്ല, രോഗങ്ങൾ, പരീക്ഷകൾ, ബലഹീനതകൾ, പിശാചിൽ നിന്നുള്ള പോരാട്ടങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ എന്നിവയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്നു. ദൈവമക്കളെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണ്. അവൻ നിങ്ങളെ രക്ഷിക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 31 അധ്യായം 11-12 വാക്യങ്ങൾ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അവർ വന്ന് സിയോൻ മലമുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ളവർ യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.